നഹൂം 2:1-13 വരെയുള്ള വാക്യങ്ങൾ. സംഹാരകൻ നിനക്കെതിരെ കയറി വരുന്നു. കോട്ട കാത്തുകൊള്ളുക, വഴി സൂക്ഷിച്ചു നോക്കുക, അരം മുറുക്കുക, നിന്നെ തന്നെ നല്ലവണ്ണം ശക്തീകരിക്കുക. യഹോവ യാക്കോബിന്റെ മഹിമയെ ഇസ്രായേലിന്റെ മഹിമയെ പോലെ യഥാസ്ഥാനത്താക്കും. പിടിച്ചു പറിക്കാർ അവരോട് പിടിച്ചു പറിച്ചു, അവരുടെ മുന്തിരിവള്ളികളെ നശിപ്പിച്ചു കളഞ്ഞുവല്ലോ. അവന്റെ വീരന്മാരുടെ പരിച ചുമപ്പിച്ചിരിക്കുന്നു. പരാക്രമശാലികൾ ധൂമർ വസ്ത്രം ധരിച്ചു നിൽക്കുന്നു. അവന്റെ സന്നാഹ ദിവസത്തിൽ രഥങ്ങൾ ഉരുക്കു കലകളാൽ ജ്വലിക്കുന്നു. കുന്തങ്ങൾ ഓങ്ങിയിരിക്കുന്നു. രഥങ്ങൾ തെരുക്കളിൽ ചടിച്ചട ചാടുന്നു. വീതികളിൽ അങ്ങുമിങ്ങും ഓടുന്നു. തീപന്തങ്ങളെ പോലെ അവയെ കാണുന്നു. അവ മിന്നൽ പോലെ ഓടുന്നു. അവൻ തന്റെ കുലീനന്മാരെ ഓർക്കുന്നു. അവർ നടക്കയിൽ ഇടറിപ്പോകുന്നു. അവർ അതിന്റെ മതിലെങ്കിലേക്ക് ബന്ധപ്പെട്ടു ചെല്ലുന്നു. അവിടെ ആൾമറ കെട്ടിയിരിക്കുന്നു. നദികളുടെ ചീപ്പുകൾ തുറക്കുന്നു. രാജമന്ദിരം അഴിഞ്ഞു പോകുന്നു. അത് നിർണയിച്ചിരിക്കുന്നു. അവൾ അനാവൃതയായി അവൾ പോകേണ്ടി വരും. അവളുടെ ദാസിമാർ പ്രാവ് കുറുകും പോലെ കുറുകി മാറത്തടിക്കുന്നു. നിനവേ പുരാതനമേ ഒരു ജലാശയം പോലെയായിരുന്നു, എന്നാൽ അവർ ഓടിപ്പോകുന്നു. നിൽപ്പീൻ നിൽപ്പീൻ, ആരും തിരിഞ്ഞു നോക്കുന്നില്ല താനും. വെള്ളി കൊള്ളയിടുവിൻ, പൊന്നു കൊള്ളയിടുവിൻ, വീട്ടു സാമാനത്തിന് കണക്കില്ല. സകലവിധ മനോഹര വസ്തുക്കളായ സമ്പത്തുമുണ്ട്. അവൾ പാഴും വെറുമേയും ശൂന്യവുമായിരിക്കുന്നു. ഹൃദയം ഉരുകിപ്പോകുന്നു, മുഴങ്കാലാടുന്നു. എല്ലാ അരകളിലും അതിവേദനയുണ്ട്. എല്ലാവരുടെയും മുഖം വിളറിയിരിക്കുന്നു. ആരും ഭയപ്പെടാതെ സിംഹവും സിംഹിയും ബാലസിംഹവും സഞ്ചരിച്ചു പോകുന്ന സിംഹഗുഹയും ബാലസിംഹങ്ങളുടെ മേച്ചിലും പുറവും എവിടെ? സിംഹം തന്റെ കുട്ടികൾക്ക് മതിയാകോളം കടിച്ചു കീറി വെക്കുകയും സിംഹികൾക്ക് വേണ്ടി ഞെക്കിക്കൊല്ലുകയും ഇര കൊണ്ട് തന്റെ ഗഹുരങ്ങളെ കടിച്ചു കീറിയതിനെ കൊണ്ട് തന്റെ ഗുഹകളെ നിറയ്ക്കുകയും ചെയ്തു. ഞാൻ നിന്റെ നേരെ വരും. ഞാൻ അതിന്റെ രഥങ്ങളെ ചുട്ടുപുകയാക്കും. നിന്റെ ബാലസിംഹങ്ങൾ വാളിനിരയായിത്തീരും. ഞാൻ നിന്റെ ഇരയെ ഭൂമിയിൽ നിന്ന് ഛേദിച്ചു കളയും. നിന്റെ ദൂതന്മാരുടെ ശബ്ദം ഇനിയും കേൾക്കുകയുമില്ല എന്ന് സൈന്യങ്ങളുടെ യഹോവയുടെ അരുളപ്പാട്. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. ബാറിക്കുമോ.